വയനാട് പനമരം നെല്ലിയമ്പലത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി 3 കാട്ടാനകളാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ബൈക്കാരൻ വരുന്നുണ്ടല്ലോ. പോട്ടെ. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, പടക്കം പൊട്ടിച്ചൊക്കെ ആനയെ തുരത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയോ? തീർച്ചയായും ഇന്നലെ തന്നെ ഉണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പുൽപ്പള്ളി റേഞ്ചിന് കീഴിലുള്ള പ്രദേശമാണിത്, നെല്ലിയമ്പം എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്താണ് നടവയൽ. ഇവിടെയൊക്കെ വലിയ രീതിയിൽ കാട്ടാന ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. 5 ആനകളാണ് നിലയുറപ്പിച്ചിരുന്നത്. അത് ജനവാസ മേഖലയിലും തോട്ടങ്ങളിലുമായി നിലയുറപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ അത് 2 ആനകൾ കാട് കയറി പോയിട്ടുണ്ട്. പക്ഷെ 3 ആനകൾ കൂട്ടം തെറ്റി പുറത്തേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ. ആന പുറത്തേക്ക്, അതായത് ഈ തോട്ടം മേഖലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ ഒരുപക്ഷെ അത് പനമരം ടൗണിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതിസന്ധി. അവിടേക്ക് എത്താതിരിക്കാനുള്ള ജാഗ്രതയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ നിലവിൽ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ശല്യം, കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശമാണിത്. ഇന്നലെ ഒരു കാട്ടാന ചെരിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കുള്ളം കാട്ടാന ചെരിയുന്ന ഒരവസ്ഥ കേണിച്ചിറ പ്രദേശത്തുണ്ടായിരുന്നു. എന്തായാലും അതിനോടനുബന്ധമായി കിടക്കുന്ന ചില മേഖലയാണിത്. ഇവിടെ എല്ലാം തന്നെ കാട്ടാനകൾ നിരന്തരം ശല്യമാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ കാടിറങ്ങി 3 കാട്ടാനകൾ ഇപ്പോൾ തോട്ടങ്ങളിലടക്കം നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഇതിനെ തുരത്താനുള്ള ദൗത്യമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുജ, വയനാട് പനമരം നെല്ലിയമ്പത്താണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. 3 കാട്ടാനകളാണ് ഇന്നിറങ്ങിയത്. അവയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നു എന്നതാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം.